അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരായി നമ്മളെ സൃഷ്ടിച്ചു. നല്ല രൂപത്തിലും ഭാവത്തിലും കോലത്തിലുമെല്ലാം നമുക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഈ ലോകത്ത് നമ്മളെ അല്ലാഹു പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മരിച്ചാൽ മരണമെന്ന് പറയുന്ന പ്രതിഭാസം നമ്മളെല്ലാവരെയും പിടികൂടുന്നതാണ്. പ്രശസ്തനായ സീസറും സമർത്ഥനായ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലി നമുക്ക് പിന്നെ എന്ത് ശങ്ക മാറ്റമൊന്നുമില്ലതിൽ എന്ന് സിസ്റ്റർ ബെനീജ പാടിയതുപോലെ ജീവിച്ചാൽ മരണം നിശ്ചിതമാണ്. ഒരുപാട് നേതാക്കൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകാൻ മരണം നമ്മെ മാടി വിളിക്കുന്നു എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൽ മൗതു അദ്നാ മിൻ ശിറാഖി നഅലിഹി എന്ന് പാടിയതായി കാണാം. നമ്മുടെ ചെരുപ്പ്, ആ ചെരുപ്പിൻ്റെ വാറ് നമ്മുടെ ശരീരത്തിനോട് എത്ര ചേർന്നിരിക്കുന്നുവോ അത്രയും നമ്മോട് നമ്മുടെ മരണം ചേർന്നിരിക്കുകയാണ്. ഏത് സമയത്താണ് നമ്മൾ മരിക്കുക എന്നറിയില്ല. അതുകൊണ്ട് ആ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ വീടാവുന്ന ഖബർ, ആ ഖബറാവുന്ന മണ്ണറയിലേക്ക് എത്തിപ്പെടാത്ത ആരുമില്ല. ആ മണ്ണറയിൽ വിജയിക്കുന്ന, ആ ഖബറിൽ കഠിനമായ ശിക്ഷ അനുഭവിക്കുന്നവരുണ്ട്. ഓരോരുത്തരുടെ സൽക്രമങ്ങൾ അനുസരിച്ചാണ് അള്ളാഹുവിൻ്റെയും ശിക്ഷയും രക്ഷയും തീരുമാനിക്കുന്നത്. ആ ഖബറിൽ ശിക്ഷിക്കപ്പെടാത്ത ആളുകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ പെടാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തഴവ കുഞ്ഞു മുഹമ്മദ് മൗലവി പറഞ്ഞ ഖബറിൻ്റെ ഈരടികൾ എന്ന മുസൽമാൻ്റെ ഹൃത്തടങ്ങളിലേക്ക് ഒരു ചാട്ടുളിയെ പോലെ തറച്ചു കയറുന്ന വചനങ്ങളാണ്. അത് 2 വരി ഞാൻ പാടിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അല്ലാഹു ഖബറിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി സന്തോഷമുള്ള ഖബറടത്തിൻ്റെ ഉടമകളായി സുഖലോക സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, നെടയ്ക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. സമ്പാദ്യ മുതലിൽ നിന്ന് മൂനക്ക് ഫാന, അത് മാത്രമല്ലതിലെപ്പോഴും വഹദാന. മണ്ണിൻ്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരു ഭിത്തിയാണതിനുള്ളത്. മെത്തയ്ക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടുള്ളതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ, താക്കോൽ ഇസ്റാഫിൽ സൂക്ഷിക്കുന്നതാ. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാടില്ലറേഷം വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട്. സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം 2 ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2. നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്.
ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ. എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. എന്തൊരർത്ഥവത്തായ ബൈത്താണ് ഇത്. നമ്മൾ കേൾക്കുമ്പോൾ ഖബറിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വരണം. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അതേ ഒരു ഖബർസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ഖബറിന്റെ അടുക്കലിരുന്ന് കരയുകയാണ്. കരഞ്ഞ് കരഞ്ഞ് കണ്ണീരൊഴുക്കുകയാണ്. മഹാന്മാര് പറയുന്നത് കാണാം, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ 3ാമത്തെ ഖലീഫയാണല്ലോ. ഖബർ കണ്ട് കരയുമ്പോൾ വേറൊരു സ്വഹാബി വന്നിട്ട്, അല്ലയോ ഉസ്മാൻ തങ്ങളെ, എന്തിനാണ് തങ്ങളിങ്ങനെ കരയുന്നത്? തങ്ങളുടെ ആരുടെ ഖബറാണത്? ഈ ഖബറിൻ്റെ അരികിൽ നിന്ന് തങ്ങൾ എന്തിനാണ് ഇങ്ങനെ കണ്ണീരിട്ടൊഴുക്കുന്നത്? ആരാണ് തങ്ങളിൽ നിന്ന് വിട പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, എന്നിൽ നിന്നാരും വിട പറഞ്ഞതല്ല, നാളെ ഞാനും നീ ഖബറിൽ കിടക്കേണ്ടവനല്ലേ എന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആ സഹാബിയോട് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, മുത്തുനബി എനിക്ക് പഠിപ്പിച്ചു തന്നു, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറ ലോകത്തേക്കുള്ള കടമ്പകൾ ധാരാളമുണ്ടല്ലോ. അതിൽ 1ാമത്തെ കടമ്പത് ഖബറാണ്. ആ ഖബറിൽ വിജയിച്ചാൽ അവന് ബാക്കിയുള്ള എല്ലാ ഇടങ്ങളിലും വിജയിക്കാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖബറിൽ നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ഖബറിൽ നമുക്ക് രക്ഷപ്പെടേണ്ടതുണ്ട്. മഹാന്മാര് പൊട്ടിക്കരഞ്ഞ് ഖബറിനെ കുറിച്ച് ഓർത്തെടുത്ത് കരഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയവരാണ്. ഇബാദത്ത് കൊണ്ട് ധന്യമാക്കി സ്വർഗം പോലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വാങ്ങിയ സ്വഹാബത്ത് ഖബർ കണ്ട് കരഞ്ഞെങ്കിൽ നമ്മൾ എത്ര കരയേണ്ടിയിരിക്കുന്നു. അല്ലാഹു നമുക്ക് ഖബറിനെ ഓർത്ത് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഖബറിൽ ചോദ്യമില്ലാത്തവരെ കുറിച്ച് പറയുകയാണ്. മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു തആല അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ കാണാം, രക്തസാക്ഷികൾ അല്ലാഹുവിൻ്റെ അടുക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് 6 കാര്യങ്ങൾ നൽകുകയാണ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പോരടിച്ച് പരിശുദ്ധ ഇസ്ലാമിൻ്റെ യശസ്സുയർത്താൻ വേണ്ടി പ്രവർത്തിച്ച യുദ്ധത്തിൽ പങ്കെടുത്തു ആ ശത്രുക്കളുമായി പോരടിച്ച് വഫാത്തായ രക്തസാക്ഷികൾ, ആ രക്തസാക്ഷികൾക്ക് അല്ലാഹു 6 കാര്യങ്ങൾ നൽകുകയാണ്. ഒന്നാമതായി പറയുന്നു, യുഗ്ഫറു ലഹു ഫീ അവ്വലി ദഫഅ. ആദ്യത്തെ തുള്ളി, ആ പോരടിക്കുന്ന സമയത്ത് ആദ്യത്തെ തുള്ളി രക്തത്തിൽ വീഴുമ്പോൾ അവൻ അല്ലാഹു പൊറുക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ സ്വർഗ്ഗലോകത്തെ അവൻ്റെ ഇരിപ്പിടം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് നോക്കിക്കാണാൻ തൗഫീഖ് നൽകുകയാണ്. ഖബറിൽ ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ വലിയ വലിയ പേടിയിൽ നിന്നും ഭയാനകരമായ ശിക്ഷയിൽ നിന്നും അവനെ അല്ലാഹു നിർഭയത്വം നൽകുകയാണ്. ആദരവിൻ്റെ കിരീടം അവൻ്റെ തലയിൽ അല്ലാഹു വെച്ചു കൊടുക്കുകയാണ്. അതിലുള്ളൊരു മാണിക്യം ദുനിയാവിനേക്കാളും അതിലുള്ളതിനേക്കാളും ഉത്തമമാണ്. അങ്ങനെയുള്ളതായ കിരീടമാണ് വെച്ചു കൊടുക്കുന്നത്. 72 ഹൂറികളെ അവന് ഭാര്യമായി അല്ലാഹു നൽകുകയാണ്. 70 ആളുകളുടെ കാര്യത്തിൽ അവൻ്റെ ശുപാർശ സ്വീകരിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഷഹീദായ മരിച്ചവരെ കുറിച്ച് മിഖ്ദാദ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖബറിൽ രക്ഷപ്പെടുന്ന ആളുകൾ, ആ രക്ഷപ്പെടുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. ദുനിയാവിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്തസാക്ഷികളായ ചില ആളുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാൽ
പരലോകത്തെ രക്തസാക്ഷികളെ കൂട്ടത്തിൽ കുറേ ആളുകൾ എണ്ണിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നാമത് നോക്കൂ, പ്ലേഗ് രോഗം പിടിപെട്ട് മരിച്ച ആള് ഷഹീദാണെന്ന് ഹബീബ് റസൂലുള്ളാഹ്. അൽ മത്ഊനു ഷഹീദ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വെള്ളത്തിൽ മുങ്ങി മരിച്ച ആള് അത് ഷഹീദാണ്, അവൻ ഷഹീദാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതേ വൽ ആരിഖു ഷഹീദ്. മൂന്നാമതായി നബി തങ്ങൾ പറയാണ്, ശ്വാസകോശാവരണ രോഗം ബാധിച്ച് മരിച്ചവൻ ഷഹീദാണ്, ശ്വാസകോശ സംബന്ധമായി. വസാഹിബു ദാത്തിൽ ജംബി ഷഹീദ്, ഷഹീദാണെന്ന് പറയുകയാണ്. നാലാമത് വയറിളക്കം പിടിപെട്ട് മരിച്ച ആള് അദ്ദേഹം ഷഹീദാണ്. അതുപോലെ വെന്തു മരിച്ച ആള് അദ്ദേഹവും ഷഹീദാണ്, ഉഖ്റവിയായ ഷഹീദാണെന്നാ പറഞ്ഞത്. അതേ വൽ മബ്തൂനു ഷഹീദുൻ വൽ ഹരിഖു ഷഹീദ്, ഇതൊക്കെ ഷഹീദാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കെട്ടിടം പൊളിഞ്ഞ് വീണ് മരിച്ചവനും ഷഹീദാണ്. കെട്ടിടം പൊളിഞ്ഞ് വീണ് മരിച്ചവൻ വല്ലദീ യമൂതു തഹ്തൽ ഹദമി ഷഹീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതുപോലെ തന്നെ ഷഹീദായി മരിച്ചവർ ഷഹീദിന്റെ പ്രതിഫലം കിട്ടുന്ന ഉഖ്റവിയായ ഷഹീദ്. അക്കൂട്ടത്തിൽ നബി തങ്ങൾ പറയുന്നു, പ്രസവ രക്തസ്രാവം നിമിത്തം മരിച്ച ആള്, മരിച്ച സ്ത്രീ അത് ഷഹീദാണ്. വൽ മർഅതു തമൂതു ബിജുംഇ ഷഹീദ്, ഇങ്ങനെ ഷഹീദാണ്. ഇനി നോക്കൂ, അതേ പ്രായപൂർത്തിയാകാതെ മരിച്ച കുട്ടികൾ, അവർക്ക് അല്ലാഹു ഖബറിൽ ശിക്ഷ നൽകൂല. ഖബറിൽ ശിക്ഷ ലഭിക്കാത്ത ഷഹീദായ ആളുകൾ, ഇത്രയും ആളുകൾക്ക് ഖബറിൽ ശിക്ഷയില്ല, ഇവർ ഉഖ്റവിയായ ഷഹീദാണ്. പിന്നെ പറഞ്ഞു, അതേ പ്രായപൂർത്തിയാകാതെ മരിച്ച കുട്ടികൾ, അങ്ങനെ ചില ദമ്പതിമാരുടെ മക്കള് അതേ ചെറുപ്പത്തിൽ തന്നെ പ്രസവിച്ച ഉടനെ തന്നെ മരണപ്പെടുന്നു, 1 വയസ്സായിട്ട് മരണപ്പെടുന്നു. ആ കുട്ടികളൊന്നും ഖബറിൽ ചോദ്യം ചെയ്യപ്പെടാത്തവരാണ്. ആ കുട്ടികൾ മുഖേന അല്ലാഹു അവർക്ക് സ്വർഗം നൽകുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വെള്ളിയാഴ്ച രാവിലോ അതുപോലെ മുത്തുനബി തങ്ങൾ പറയാണ്, വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ട ആള് അവനക്ക് അല്ലാഹു ഖബറിൽ ശിക്ഷ നൽകൂല. ദുആ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വെള്ളിയാഴ്ച അല്ലാഹുമ്മ ഹയ്യിനൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ ഫീ ലൈലത്തിൽ ജുമുഅത്തി ഔ ഫീ നഹാരിഹാ എന്ന് പറഞ്ഞ് നമ്മൾ പള്ളിയിൽ ഉസ്താദുമാർ ദുആ ചെയ്യുന്നത് കേൾക്കാറില്ലേ? സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ബിദ്അത്താവുന്ന ജമാഅത്ത് മുജാഹിദ് തബ്ലീഗ് പോലുള്ളതിൽ പെടാതെ സുന്നത്ത് ജമാഅത്തിൽ അല്ലാഹുവെ അടിയുറപ്പിച്ച് പാരമ്പര്യമായി മുസ്ലിം ഉമ്മത്ത് ആചരിച്ചനുഷ്ഠിച്ചു പോരുന്ന കാര്യങ്ങൾ അത് ഉൾക്കൊണ്ട് ജീവിതം നയിച്ച് വെള്ളിയാഴ്ച രാവിലോ പകലിലോ എന്നെ നീ മരിപ്പിക്കണേ അല്ലാഹ് എന്ന് മഹാന്മാര് ദുആ ചെയ്തു. ഇപ്പോഴും പള്ളിയിൽ ഉസ്താദുമാര് ദുആ ചെയ്യാറുണ്ട്. ആ ദുആ നമ്മൾ പതിവാക്കണം. നല്ല മരണമാണ്. വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച ദിവസവും മരിച്ചാൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ മാത ലൈലത്തിൽ ജുമുഅ ഔ യൗമഹാ ലം നുസ്അൽ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ട ആൾക്ക് അല്ലാഹു ഖബറിൽ ചോദ്യം ചെയ്യപ്പെടൂല. അതുപോലെ തന്നെ ഒരു വിഭാഗമാണ് എല്ലാ രാത്രിയും തബാറക സൂറത്തുൽ മുൽക്ക് ഓതുന്നാട് അവനെ അല്ലാഹു ഖബറിൽ ശിക്ഷിക്കൂല, ചോദ്യം ചെയ്യൂല.
കുല്ല ലൈലത്തിൻ മൻ ഖറഅ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് കുല്ല ലൈലത്തിൻ മനഅഹു അല്ലാഹു ബിഹാ അദാബൽ ഖബർ. ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് ഓതാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കാൻ ഖബറിൽ നിന്ന് തബാറക സൂറത്ത് പാരായണം ചെയ്യപ്പെടുന്നത് ഒരു സ്വഹാബി കേട്ടതായി ഹദീസിൽ കാണാം. അതിങ്ങനെയാണ്: സ്വഹാബത്തിൽപ്പെട്ട ഒരാൾ ഖബറുണ്ട് എന്നറിയാതെ അവിടെ ഒരു ടെന്റ് കെട്ടിയിട്ട് അദ്ദേഹം അതാ അദ്ദേഹം അവിടെ നിന്ന് സൂറത്തു തബാറക പൂർണ്ണമായി ആ ടെന്റിൽ ഇരുന്ന് ഓതുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഓതിയ സമയത്ത് ആ ഖബറിൽ നിന്ന് അതേ തബാറക സൂറത്ത് പൂർണ്ണമായി ഓതുന്ന ആ സ്വഹാബി വല്യം കേൾക്കുകയാണ്. ഉടനെ ഇലാ ഹദറത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ്: നബിയേ, ഖബറിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഓതുന്നത് കേട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? അതേ സൂറത്ത് തബാറക ഓതുന്നവർ ഖബർ ശിക്ഷയില്ലത് അവർക്ക് കവചമാണ്, രക്ഷയാണെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഖബറിലെ ശിക്ഷ ലഭിക്കാത്ത ആളുകൾ, ചോദ്യം ചെയ്യപ്പെടാത്ത ആളുകൾ ഇവരാണ്. ഇത് നമ്മൾ പഠിച്ചു വെച്ച് നല്ല ദിവസങ്ങൾ നമ്മൾ നോക്കി ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി അതേ വെള്ളിയാഴ്ച രാവിലും പകലൊക്കെ മരണം വരുമ്പോൾ ആ ദിവസമാകാൻ ദുആ ചെയ്ത് നന്മയിലധിഷ്ഠിതമായ ജീവിതം നയിക്കണം. ഖബറിൽ കൂട്ടുകാരായിട്ട് നമുക്കുണ്ടാകുന്ന സൽക്രമങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ജീവിക്കുന്ന കാലം കുറഞ്ഞതാണെങ്കിലും സൽക്രമങ്ങൾ ഞാനും നിങ്ങളും ചെയ്താൽ മാത്രമാണ് നമുക്ക് ഖബറിൽ സന്തോഷമാവുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.